ഓം അഗ്രേ കൃത്വാ കമപിചരണം ജാനുനൈകേന തിഷ്ഠൻ പശ്ചാത്പാർത്ഥം പ്രണയവിവശേ നാലമക്ഷേക്ഷമാണ സവ്യസ്തോത്രം കരസരസിജേ ദക്ഷിണേ ജ്ഞാനമുദ്ര മാബിഭ്രാണോ രഥമധിവസൻ പാതുനസൂതവേഷ. ഹരേ ശരണമയ്യപ്പ. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാ പ്രിയ ആത്മബന്ധുക്കൾക്കും നൂറായിരം സ്നേഹാശംസകൾ. ഓരോ ഹിന്ദുവും ആത്മാഭിമാനം കൊണ്ട് തുള്ളിച്ചാടേണ്ട നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതം. കാരണം ഓരോ ദിവസങ്ങളിലും ഓരോ ഉത്സവമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതം അത്യാനന്ദകരമായി കൊണ്ട് നടക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം. ദുഃഖ ദുരിതപൂരിതമായ മടുപ്പിക്കുന്ന ജീവിതമാണ് ലോകത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അത് എത്ര വലിയ സെലിബ്രിറ്റി ആയാലും ശരി, എത്ര ഉന്നതനായാലും ശരി, ഇവർക്ക് ജീവിതം മടുക്കുന്നു. എന്നാൽ ഹിന്ദുക്കളായ നമ്മുടെ ജീവിതം മടുക്കാനുള്ളതല്ല. കാരണം ചിങ്ങമാണല്ലോ മലയാളിക്ക് തുടക്കം. ചിങ്ങത്തിൽ ഓണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ എന്തായി? അഷ്ടമിരോഹിണി കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത അമ്പലത്തിൽ എന്തായി? ഭാഗവത സപ്താഹമായി. അത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത അമ്പലത്തിൽ തെയ്യന്തിറയായി. അത് കഴിഞ്ഞ ഉടനെ തന്നെ മണ്ഡലമാസമായി. സ്വാമിയേ ശരണമയ്യപ്പ. അത് കഴിഞ്ഞ ഉടനെ തന്നെ മകരവിളക്കായി. അത് കഴിഞ്ഞ് തൊട്ടമ്പലത്തിൽ തെറ ഉത്സവമായി, പ്രതിഷ്ഠാദിനായി, വീണ്ടും സപ്താഹമായി. അത് കഴിയുമ്പോൾ വിഷുവായി. ശരണമയ്യപ്പ. അത് കഴിയുമ്പോഴേക്കും കൊടിയേറ്റ് ഉത്സവമായി. അതും കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്തായി? കർക്കിടക മാസമായി, രാമായണ മാസമായി. അപ്പോൾ മടുക്കാത്ത ജീവിത നിഷ്ഠയുടെ പേരാണ് ഹൈന്ദവ സംസ്കൃതി. ശ്രദ്ധിക്കണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്, സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ്. നമ്മളെല്ലാവരും വിശദചക്ഷുത വിശദോ ഹസ്ത വിശദോ മുഖ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ വിശ്വമാകുന്ന കണ്ണിൻ്റെ കീഴിലാണ്, ഭഗവാന്റെ കണ്ണിൻ്റെ താഴെയാണ് ലോകം മുഴുവനും ഉള്ളത്. ഇതുപോലെ ക്യാമറയുടെ കണ്ണിൻ്റെ ചുവട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത് ഒന്നുകൂടെ വിശദീകരിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് പോയാൽ ഒന്നും രണ്ടും സാധിക്കാൻ ടോയ്ലറ്റ് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. കാരണം ഒളിക്യാമറയുടെ കീഴിലാണ് ഈ ലാബുകൾ പോലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം ക്യാമറയുടെ ചുവട്ടിലാണ് എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സംശയത്തിൻ്റെ ചുവട്ടിലാണ്, ഭയത്തിൻ്റെ കീഴിലാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഭഗവാൻ പൂർണ്ണാവതാരം എടുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, സംശയാത്മാ വിനശ്യതി ചിത്വൈനം സംശയം യോഗമാ തിഷ്ഠോത്തിഷ്ഠ ഭാരത. ഹേ ഭാരതീയരായിരിക്കുന്ന ജനങ്ങളെ, ഹേ മാനവരാശി, ഹേ ഭരതവംശത്തിൽ പറന്നവരെ, മാനവരാശിയോടാണ് ഭഗവാൻ പറയുന്നത് ചിത്വൈനം സംശയം. ഈ സംശയം വെട്ടിമുറിച്ച് ഇല്ലാതാക്കൂ. എങ്ങനെ? ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട്, ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അങ്ങോട്ട് സംശയം മാറ്റിക്കഴിഞ്ഞാലോ, സ്വക്ഷസ്വംഗ സദാനന്ദോ നങ്ങർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തി ചിഹ്ന സംശയ. സ്വക്ഷസ്വംഗ നന്മ കാണാനുള്ള ഒരു കണ്ണ്,
നന്മ കാണാനുള്ള ഒരു കണ്ണ്, നന്മ കാണാനുള്ള ഒരു ബുദ്ധി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സംശയമാകുന്ന ഒളിക്യാമറയുടെ ചുവട്ടിൽ നിന്നും നമുക്ക് പുറത്ത് കടക്കാൻ പറ്റും. അപ്പോൾ സ്വക്ഷസംഗ സദാനന്ദ നന്ദിർജ്യോതിർ ഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തി ചിഹ്ന സംശയ. ചിഹ്ന സംശയങ്ങൾ മുഴുവൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സത്കീർത്തികരമാകും എന്നുള്ളതാണ്. ഭീഷ്മ പിതാമഹര് ശരശയ്യയിൽ കിടന്നുകൊണ്ട് യുധിഷ്ഠിരാദികളോടും ഒപ്പം പഞ്ചപാണ്ഡവന്മാരോടും ഒപ്പം ജീവിച്ചിരുന്ന കൃഷ്ണനോട് പറയുന്നതാണ് വിഷ്ണു സഹസ്രനാമം. അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം നമ്മൾ പഠിക്കണം. നമ്മൾ ദിവസേന രാവിലെയും വൈകുന്നേരം ചൊല്ലണം. അപ്പോൾ അത് കേട്ടിട്ട് നമ്മളെ ഭാര്യ പഠിച്ചോളും, മക്കൾ പഠിച്ചോളും, നമ്മളെ ഫാദറിനിലോ മദറിനിലോ കുട്ടികൾ സഹോദരി എല്ലാവരും പഠിച്ചോളും. നമ്മളങ്ങ് പഠിച്ച് അങ്ങോട്ട് ഒച്ചത്തിൽ അങ്ങോട്ട് ചൊല്ലിയച്ചാൽ മതി. ഞാനൊരു തമാശ പറയാം, ഞാനിത് എൻ്റെ കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്തതാണ്. എൻ്റെ അച്ഛൻ വൈശാഖത്തിൽ അങ്ങോട്ട് തുടങ്ങും ഏത് വിഷ്ണു സഹസ്രനാമം. അത് കേട്ടിട്ട് ഞാൻ അറിയാതെ പഠിച്ചു. എൻ്റെ അച്ഛൻ ചൊല്ലുന്നത് കേട്ടിട്ടായിരിക്കാം എൻ്റെ അമ്മ പഠിച്ചത്, ഞാൻ ചൊല്ലുന്നത് കേട്ടിട്ടായിരിക്കാം എൻ്റെ ഭാര്യ പഠിച്ചത്, ഞാൻ ചൊല്ലുന്നത് കേട്ടിട്ടായിരിക്കാം എൻ്റെ മക്കൾ പഠിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ കുടുംബമാണ് നമ്മുടെ സർവകലാശാല. അപ്പോൾ ഈ ഋഷീശ്വരന്മാർ ഈ വിഷ്ണു സഹസ്രനാമം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? മടുപ്പില്ലാത്ത ജീവിതത്തിന്. അപ്പോൾ മടുപ്പുള്ള ജീവിതമാണ് തകരുന്നത്. എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മമ്മൂട്ടിയെയും മോഹൻലാലിനേക്കാൾ വലിയൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് ഇവിടെ കാണാറുണ്ട്. ഈ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അതിൻ്റെ അടുത്താണ് അയാളുടെ ഫ്ലാറ്റ്, എടപ്പള്ളിയിൽ, എറണാകുളത്ത്. ശങ്കർ എന്ന് പറഞ്ഞൊരു സിനിമ നടൻ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ പ്രായത്തിൽ അയാളാണ് മലയാളം അടക്കി വാണത്. ആ സിനിമയിൽ വില്ലൻ്റെ റോളിലാണ് ഈ മോഹൻലാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം പറയുന്നു, ഒരു വർഷം അന്നത്തെ കാലത്ത് 30 സിനിമയൊക്കെയാണ്, 360 ദിവസവും ഷൂട്ടിംഗ് ഉണ്ടാവും. അങ്ങനെ ഇയാൾക്ക് സിനിമാ ഷൂട്ടിങ്ങും എന്തായി മാറി? മടുപ്പുളവാക്കും. അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. മടുപ്പുളവാക്കിയതോടുകൂടി ഉയർന്ന ഗ്രാഫ് ഡിമാൻഡ് കർവ് എന്തായി? ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. താഴ്ന്ന് ഇന്ന് ഓരോ കിളവനായിട്ട് കുറേ പെയിൻ്റ് അടിച്ചിട്ട് ഓരോ ആൾക്കാരും വിളിച്ച് ചോദിക്കുകയെന്ന്, ഒരു ചാൻസ് തരൂ. എന്താണ്? പുള്ളിക്കാരൻ്റെ തകർന്ന് പോയി. അപ്പോൾ ഋഷീശ്വരന്മാർ നോക്കണം. ഋഷീശ്വരന്മാർ ഈ വിഷ്ണു സഹസ്രനാമവും ഭാഗവതവും ഭഗവത്ഗീതയും അവർ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് ക്ഷേത്ര സംസ്കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിനെ ഉണർത്താനും ഉണർത്താനും വളർത്താനുമാണ് ക്ഷേത്രങ്ങളും ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സുള്ള ജീവിതത്തിൽ നിന്നും സ്ട്രെസ്സുള്ള മനസ്സിനെ സ്ട്രെങ്താക്കി, മെട്രോയുടെ പില്ലർ പോലെ സ്ട്രെങ്താക്കി മാറ്റാൻ. അപ്പോൾ ഇംബാലൻസ്ഡ് തകർന്ന മനസ്സിനെ ബാലൻസ്ഡ് മൈൻഡാക്കാനാണ് 700 വഴികളാണ്. ഇംബാലൻസ്ഡ് മൈൻഡിനെ ബാലൻസ്ഡ് മൈൻഡാക്കാനുള്ള 700 നാഷണൽ ഹൈവേകളാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം. ഇത് ഒന്നേ നമുക്ക് തരുള്ളൂ. എന്താണ്? വിഷാദ രോഗത്തിലാണ് നമ്മൾ. അതുകൊണ്ടാണ് 1-ാം അധ്യായം അർജുന വിഷാദയോഗം. ഇതിന് മോക്ഷ സന്യാസ യോഗത്തിലാണ് 18-ാം അധ്യായം. മോക്ഷ സന്യാസം എന്ന് വെച്ചാൽ സമചിത്തത, ബാലൻസ്ഡ് മൈൻഡ്, സമചിത്തതയിലേക്കാണ് നമ്മളെ ഉയർത്തുന്നത്. ക്ഷേത്രത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ കുടുംബത്തിലൊക്കെ നമ്മൾ ജീവിതം ഇന്ന് കിടമത്സരത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഓഫീസിലായാലും ശരി, ജോലിയിലായാലും ശരി, മത്സര പരീക്ഷയായാലും ശരി, കിടമത്സരങ്ങളാണ്. രാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ നാം 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ചൈനയോടും അമേരിക്കയോടുമാണ് നമ്മളിപ്പോൾ. ജപ്പാനെയൊക്കെ കീഴ്മകിയ മത്സരത്തിൽ. അപ്പോൾ ലോകരാഷ്ട്രങ്ങളും നേതാക്കന്മാരും ഇലക്ഷനൊക്കെ ഉണ്ടാകും മത്സരം, 2 പാർട്ടികൾ തമ്മിൽ. അപ്പം എങ്ങും എവിടെയും മത്സര പരീക്ഷയും. അതിനെയാണ് ശ്രദ്ധിക്കണം. വേദങ്ങൾ പറയുന്നു, ശ്രുതി പറയുന്നു, മത്സരബുദ്ധി, കോമ്പറ്റീറ്റീവ്
ബ്രെയിൻ. ഈ ബ്രെയിൻ എവിടെയാണെന്ന് ചോദിക്കണം, ശ്രദ്ധിക്കണം. ആ ബുദ്ധിയെ, ആ ബ്രെയിനെ ഉണർത്താനും ഉയർത്താനും ആ ബുദ്ധി വികസിപ്പിക്കാനാണ് ഈ ധർമ്മശാസ്ത്രങ്ങൾ. അപ്പോൾ ഈ ബുദ്ധിയിൽ ഒരു പോർഷൻ ഉണ്ട്, ശ്രദ്ധിക്കണം. ഇതാണ് ഗ്രേ മാറ്റർ. എന്താണ് ഗ്രേ മാറ്റർ? ഈ ഗ്രേ മാറ്റർ ശ്രദ്ധിക്കണം, യൂട്യൂബിൽ അടിച്ചു കൊടുക്കണം, പഠിക്കണം. ഗ്രേ മാറ്റർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിൻ തെറാപ്പിയാണ്, ബ്രെയിൻ ബൂസ്റ്റിംഗ് സെൻ്ററാണ്, ബ്രെയിൻ മസാജിങ് സെൻ്ററാണ്, ഈ ബ്രെയിൻ മാറ്റർ എക്സ്പാൻഷൻ സെൻ്ററാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ എന്താണ്? ബ്രെയിൻ മാറ്റർ ബൂസ്റ്റിംഗ് സെൻ്റർ. ഈ ബ്രെയിൻ മാറ്ററിലാണ് നമ്മുടെ മെമ്മറി പവർ, റാം അടക്കം കിടക്കുന്നത്. അപ്പോൾ ഈ മത്സര പരീക്ഷയിൽ അതിജീവിക്കാനും ഫസ്റ്റ് റാങ്ക് കിട്ടാനും ജീവിത വിജയത്തിനും ഈ മത്സര ബുദ്ധിയോടുകൂടി നമ്മൾ പോകുകയും, ക്ഷേത്രത്തിൽ നമുക്ക് പോകുന്നത് എന്തിനാണ്? പ്രസാദം അല്ലേ? ദർശനവും കിട്ടും. എന്താണ് പ്രസാദം? എന്തൊക്കെ പ്രസാദം? ഒന്ന് പേസ്റ്റബിൾ പ്രസാദം, തൊടുന്ന പ്രസാദം. പിന്നെ ഫ്ലവേഴ്സ് പ്രസാദം, സ്മെൽ പ്രസാദം. പിന്നെ ഈറ്റബിൾ പ്രസാദം. അപ്പം ഈ ഈറ്റബിൾ പ്രസാദത്തിൽ ചിലപ്പോൾ കല്ലുണ്ടാവും, ചിലപ്പോൾ മുള്ളുണ്ടാവും, ചിലപ്പോൾ നെല്ലുണ്ടാവും. ഇതൊന്നും നമ്മൾ പരിഭവം പറയാറില്ല. ബട്ടർ ചിലപ്പോൾ നമ്മൾ ഈറ്റബിളായിട്ട് കിട്ടും, അത് ചിലപ്പോൾ കേടുവന്നായിരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അതൊക്കെ നാരായണ നാരായണ അല്ലെങ്കിൽ നമശിവായ കൃഷ്ണമെന്നും പറഞ്ഞ് നമ്മൾ അതങ്ങോട്ട് എന്ത് ചെയ്യും? ഇറക്കും, കളയാറില്ല. അപ്പം ഈ മത്സര ബുദ്ധിയും കൊണ്ട് പോയി പരസ്പരം വെറുപ്പിക്കുന്ന ബുദ്ധി ഉപേക്ഷിച്ച് അകത്ത് കയറാം. അതിനാണ് ഗോപുരം ദേവപാദം സ്യാൽ യദ്യതേ ലക്ഷണം ശുഭം. അവിടെ ശ്രദ്ധിക്കണം, ഒരു പ്രതിമ ഉണ്ടാവും ഏത് ഗോപുരത്തിൽ കയറുമ്പോഴും. അതിനാണ് വ്യാളി, കിം പുരുഷൻ. ഇത് കൊടിമര ചുവട്ടിലുണ്ടാവും. വ്യാളി എന്താണ്, കിം പുരുഷൻ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ താഴെ പോയി നോക്കിയാൽ മതി. ക്ഷേത്രത്തിൽ എന്തിനാണ് കിം പുരുഷൻ, ക്ഷേത്രത്തിൽ എന്തിനാണ് വ്യാളി? ഒന്നുമല്ല, നമ്മുടെ മൃഗീയ സ്വഭാവങ്ങൾ പുറത്ത് വെക്കണം. ഈ മത്സര ബുദ്ധി പുറത്ത് വെച്ച് അകത്ത് കടന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം നമുക്ക് ലഭിക്കും. ഈ പ്രസാദം ഈറ്റബിൾ പ്രസാദവും പേസ്റ്റബിൾ പ്രസാദവും കൊണ്ട് ഭഗവാൻ നമ്മളെ ഉയർത്തുകയാണ്. എന്ത്? ഒരു പ്രസാദ ബുദ്ധിയിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് ക്ഷേത്രങ്ങളും ഭാഗവതവും ഭഗവത്ഗീതയും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതവനും ഭാഗവതോത്തമനുമായ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഭാഗവതത്തിൽ ഇത് നല്ല ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഈ ഭാഗവതം എന്തിനാണ് ഭാഗവതം നമ്മൾ പഠിക്കുന്നത്? എന്തിനാണ് ഭാഗവതം പഠിക്കുന്നത്? മറ്റൊന്നിനുമല്ല. എന്തിനാണ് പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത്? അത് നമ്മുടെ ശരീരത്തിലുള്ള വേദനകളെ അകറ്റാൻ. അതുപോലെ മനസ്സിനെ ഉയർത്താനും മനസ്സിൻ്റെ നൊമ്പരങ്ങളും മനസ്സിൻ്റെ ഇല്ലായ്മകളും മനസ്സിൻ്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം നീക്കി മനസ്സിനെ സമചിത്തതയിൽ എപ്പോഴും കൊണ്ടു നടക്കാനാണ്. ഇതിന് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിൽ, അതായത് 1-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധേന വിദ്യതേ യന്മന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. നമ്മളൊക്കെ ഈ അമ്പലത്തിൽ സപ്താഹം കേൾക്കാൻ പോകുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഈറ്റബിൾ പ്രസാദമായ ഊണ് സപ്താഹം ഈ കുറേ കഥയും കേട്ട് ആചാര്യന്മാർ ഇതിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പഠിക്കണം. ഗുരുമുഖത്തു നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗുരുമുഖത്തു നിന്ന് പഠിക്കണം. അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ച് അതുവഴി പഠിക്കണം. ഏതായാലും ശരി, ഏതസ്മാദ പരം കിഞ്ചിത് മനഃശുദ്ധേന വിദ്യതേ യന്മന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. നിങ്ങളിപ്പോൾ ഈ തോണ്ടി നോക്കുന്നില്ലേ? ഈ യൂട്യൂബിൽ ഇപ്പോൾ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നെഗറ്റീവായിട്ടും വൃത്തികേടായിട്ടും
കോണവും മുണ്ടും ഇല്ലാത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്നും നിങ്ങൾ കാണാതെ ഈ ഭാഗവതം നിങ്ങൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് സത്സംഗം. എന്താണ് സത്സംഗം? സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്തെ ജീവൻ മുക്തി. ഈ ജീവൻ മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ആരാണെന്ന് തിരിച്ചറിയാനാണ്. എന്താണ് ജീവൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, കോസ്മിക് എനർജി. ആ കോസ്മിക് എനർജിയാണ് കൃഷ്ണന് മനസ്സിലാക്കാൻ സാധിക്കും. കർഷ ഇതി കൃഷ്ണൻ. മനസ്സിനെ, ഹൃദയത്തിനെ ആകർഷിക്കുന്നത് എന്താണ്? അതാണ് കൃഷ്ണൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഗുരുവായൂർ പോയിട്ട് ക്യൂ നിൽക്കുന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതായാലും ശരി, ഏതസ്മാദ പരം കിഞ്ചിത് മനഃശുദ്ധീന വിദ്യതേ. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഉച്ചക്കൂട് കിട്ടും, അതൊക്കെ സംഭവിച്ചു. സപ്താഹത്തിന് പോലെ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗവതം പഠിക്കുന്നത്. മനസ്സ് മാത്രമേ നമുക്ക് ശുദ്ധി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഏത് സോപ്പിട്ട് രാവിലെ കുളിച്ചു കഴിഞ്ഞാലും വൈകുന്നേരം ആകുമ്പോൾ കെട്ട് നാറും. അതെത്ര സുന്ദരനായാലും എത്ര സുന്ദരിയായാലും ശരി. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഈ മനസ്സ് മാത്രം നമുക്ക് ശുദ്ധി ചെയ്യാം. എനിക്കിതെങ്ങനെ മനസ്സിലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 4 പതിറ്റാണ്ട് കാലഘട്ടത്തിലേറെയായി ഞാൻ വേദാന്ത വിദ്യാർത്ഥിയായിട്ട്. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരയിൽ നിന്നും ഞാൻ പഠിച്ച താന്ത്രിക കാര്യങ്ങളും പൂജാവിധികളും, ഒപ്പം എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് തപോവനാനന്ദ സ്വാമികളെ. ഈ 2 പരമ്പരയിൽ നിന്നും ഞാൻ പഠിച്ച സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മനഃശുദ്ധി ന വിദ്യതേ. ഇത് മനഃശുദ്ധിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും മനഃശുദ്ധിക്ക് മാത്രമുള്ളതാണ്. വേറെ ഒന്നും കിട്ടൂല, മനഃശുദ്ധി മാത്രമാണ്. ഇതങ്ങനെ എനിക്ക് മനസ്സിലാച്ചു കഴിഞ്ഞാൽ, ശരണമയ്യപ്പ 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ ഉപനയനം കഴിഞ്ഞിട്ട് മുത്തശ്ശൻ ആട്ടിച്ച് മൊത്തം കിഡ്നിയും കുത്തി പൊട്ടിച്ചങ്ങ് പഠിപ്പിക്കും ഓരോ മന്ത്രങ്ങളിൽ. ഏറ്റവും ആദ്യം പഠിക്കുന്ന മന്ത്രമാണ് ഈ പുണ്യാഹം. ഈ പുണ്യാഹമാണ് നമ്മൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. എവിടെ ശുദ്ധി ചെയ്യുന്നതും പുണ്യാഹം. അന്നിത് മന്ത്രമാണെന്ന് വെച്ചാൽ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. ജന്മാന്തരേ ഭവേത് പുണ്യം. പുണ്യം അഹം. അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. ഞാനാണ് ഈ പുണ്യമായി മാറുന്നത്. ഈ അഭിഷേകം ചെയ്യുമ്പോൾ എവിടെയാണ് പുണ്യം? ഞാനാണ് പുണ്യ അഹം. ഞാനാണ് നന്നാവുന്നത്. എന്താണ് എനിക്ക് മനസ്സിലായി ഈ മന്ത്രം എന്താണെന്ന്? ഓ മനസ്സമാധീയത. എൻ്റെ മനസ്സ് എപ്പോഴും സമബുദ്ധിയിലിരിക്കട്ടെ. അത് വളരെ സന്തോഷമായി. മനസ്സെപ്പോഴും സ്വസ്ഥതയിലിരിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക മനുഷ്യന് ഇല്ലാത്ത കാര്യമാണ്. അത് എത്ര കൊലക്കൊമ്പനായാലും, ഏത് സെലിബ്രിറ്റി, ഏത് സിനിമ നടനായാലും, ഏത് മന്ത്രിയായാലും, മുഖ്യമന്ത്രിയായാലും, ഗവർണറായാലും, രാഷ്ട്രപതിയായാലും, ഉപരാഷ്ട്രപതിയായാലും ഇല്ലാത്തതാണ് സ്വസ്ഥത. ഈ സ്വസ്ഥതയാണ് പുണ്യാഹം ഓഫർ ചെയ്യുന്നത്. ഇതാണ് അഭിഷേകം ചെയ്യുന്നത്. ഇതാണ് തീർത്ഥമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓം മനസ്സമാധീയതാം സമാഹിത മനസ്സ പ്രസീദന്തു ബന്ധം പ്രസന്ന ശാന്തിരസ്തു പുഷ്ടരന്തു രുദ്രസ്തു അഭിഗമസ്തു ശിവകർമ്മസ്തു ഓം പ്രജാപതി പ്രിയതാം ഓം പ്രിയതാം പ്രജാപതി ഓം പുണ്യാഹം ഭവന്തും ബ്രഹ്മന്തും പുണ്യാ അഹം. ഞാനാണ് ഇതൊക്കെ. പുണ്യാഹം ഭവന്തും ബ്രഹ്മ പുണ്യാഹം ഓക്കെ സ്വസ്തി ഭവന്തും സ്വസ്തി ഓം വൃദ്ധിം ഭവന്തും ബ്രഹ്മ ഹൃദയം ഹൃദയം ദദിക്രാവിണ്ണോ അഹാർഷം വിഷ്ണു യശശിഭാജന സുരഭിനോ മുഖാകര പ്രണായുംഷദാർഷൻ ആഭോഹിഷ്ടാമയോ ഭൂവസ്ഥാന. എനിക്ക് സ്വസ്ഥതയുണ്ടാകട്ടെ എന്ന് മാത്രമേ ഇതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ സ്വസ്ഥതയ്ക്ക് വേണ്ടി, മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ ഭാഗവതം പഠിക്കുന്നത്. അപ്പോൾ ക്ഷേത്രം എന്തിനാണ്? മനഃശുദ്ധിക്ക് വേണ്ടി മാത്രമാണ്. യാഗങ്ങൾ എന്തിനാണ്? മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. യജ്ഞം എന്തിനാണ്? മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരുമേനി വേദവും മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാഗവതവും ഗീതയും ഒക്കെ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ യോഗ അത് അനാവശ്യമായി ദുരിത ചിന്തകൾ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിത്തവൃത്തി നിരോധിതാഹ യോഗ. ദുഷ്ട ചിത്ത വൃത്തി നിരോധിത. വൃത്തികെട്ട, അതായത് സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, ജനവാതിലുകൾ അടച്ചിട്ട് കഴിഞ്ഞാൽ കോർപ്പറേഷനിലെ വേസ്റ്റ് നാറ്റങ്ങൾ അകത്തോട്ട് വരില്ല എന്ന്. ഇതുപോലെ മനസ്സും അടച്ചിടണം, ദുഃഖവും ദുരിതവും വൃത്തികേടുകളും വരാതിരിക്കാൻ. അതിനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് യോഗ. അപ്പോൾ ശ്രദ്ധിക്കണം,
വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യ ഇത് നമ്മളെ ഭംഗിയായിട്ട് പഠിപ്പിക്കും. വിവേക ചൂടാമണി ഉള്ള ആൾക്കാരെടുത്ത് നോക്കുക. ചിത്തസ്യ ശുദ്ധയോ കർമ്മ നതു വസ്തുപലഭ്യതേ വസ്തുസിദ്ധിർവിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭി. ചിത്തസ്യ ശുദ്ധയോ കർമ്മ, നീ എന്ത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതെന്തിനാണ്? മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ഷേത്രം എന്തിനാണ്? മനഃശുദ്ധിക്ക്. യാഗം, യജ്ഞം, വേദം, ഭാഗവതം, ഭഗവത്ഗീത, എന്ത് കർമ്മവും, ശ്രാദ്ധം, പിതൃകർമ്മവും ഒക്കെ എന്തിനാണ്? മനഃശുദ്ധിക്ക് വേണ്ടി. ചിത്തസ്യ ശുദ്ധയോ കർമ്മ നതു വസ്തുപലഭ്യതേ, അതിൽ നിന്നും നിനക്ക് വസ്തുസിദ്ധിർ വിചാരേണ, അത് അനലൈസ് ചെയ്യണം, അത് ഷെയ്ക്ക് ചെയ്യണം. തൈര് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാലേ വെണ്ണ കിട്ടുള്ളൂ. അതുപോലെ ഈ ചിത്തശുദ്ധി വൈദ്യ കഴിയാം. ശങ്കരാചാര്യ എന്നോട് ഒരു ശിഷ്യൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു. അപ്പോൾ ശങ്കരാചാര്യ പറഞ്ഞു, നീ എന്ത് കർമ്മം ചെയ്യലോ ഇല മുമ്പിൽ വെച്ചിട്ട് ചോറ് വിളമ്പുമ്പോൾ ഇല ആദ്യം നമ്മൾ കഴുകൂലേ, അതുമാത്രമേ ഉള്ളൂ നിൻ്റെ സർവ്വകർമ്മവും. അതായത് അടുക്കളയിൽ അമ്മ പാത്രം കഴുകൂലേ, ആ പ്ലേറ്റ് കഴുകിയിട്ട് മുന്നേ കൊണ്ട് വെക്കൂലേ, ആ കഴുകൽ മാത്രമേ ഏത് കർമ്മവും, ഏത് പുത്രകാമേഷ്ടിയാവും, ഏത് സോമയാഗവും, ഏത് പ്രതിഷ്ഠയും, ഏത് ക്ഷേത്രവും, ഏത് യാഗവും, ഏത് ബലിയും, ഇത് ശാസ്ത്രങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്ത് ശാസ്ത്രങ്ങളുടെ പിൻബലത്തോടുകൂടി പ്രാമാണികമായി 4 പതിറ്റാണ്ട് കാലം പഠിച്ചിട്ടാണ് നിങ്ങളോടിത് പറയുന്നത്. ചിത്തസ്യ ശുദ്ധയോ കർമ്മ, നീ എന്ത് കർമ്മങ്ങളും കരണങ്ങളുടെ ദേശകാലങ്ങളിലുള്ള വ്യവഹാരത്തെയാണ് കർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നത്, പറയുന്നത്, രുചിക്കുന്നത്, നടക്കുന്നത്, പൂജകൾ എന്തൊക്കെ, ഇതൊക്കെ എന്തിനാണ്? ഇപ്പം മനസ്സിലാക്കണം, ഉറപ്പിക്കണം മനസ്സിൽ. എന്തിനാണ്? ചിത്തശുദ്ധിക്ക്. ശങ്കരാചാര്യരാണ് പറയുന്നത്. വിവേകചൂടാമണിയിൽ എടുത്തു നോക്ക്. ചിത്തസ്യ ശുദ്ധയോ കർമ്മ നതു വസ്തുപലഭ്യതേ, വസ്തു ലഭിക്കൂല. വസ്തു എങ്ങനെ കിട്ടും? വസ്തുസിദ്ധിർ വിചാരേണ, മനസ്സിൽ ഷെയ്ക്ക് ചെയ്യണം ഈശ്വരീയ ചിന്ത. അപ്പോൾ ഈശ്വരനെ നമുക്ക് എന്ത് പണിയെടുക്കാൻ പറ്റും? ഉള്ളിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു കാണാൻ പറ്റും. അപ്പോൾ ചിത്തസ്യ ശുദ്ധയോ കർമ്മ. ഇനി പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവും. MS സുബ്ബലക്ഷ്മി പാടിയത്, പി ലീല പാടിയതും ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദം നിങ്ങളൊക്കെ കേട്ട് കാണും. ഇതിനകത്ത് അസന്നിഗ്ധമായി അടിവരയിട്ട് പറയുന്നു, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യായരുടെ മകൻ പഠിച്ചിട്ട് തന്നെ പറയുകയാണ്. 4 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ ഈ ഉപാസനയിൽ നിന്നും പറയുന്നതാണ്. കുരുതേ ഗംഗാ സാഗരഗമനം വ്രതപരിപാലനം അഥവാ ധ്യാനം, ധ്യാനവിഹീന സർവമതേന മുക്തിം ഭജതി ന ജന്മശതേന. എത്ര കൃത്യമാണ് നോക്കിയാൽ. ഡയമണ്ട് പോലെ തെളിയലെന്ന് എഴുതി. കുരുതേ ഗംഗാ സാഗര ഗമനം. നീ ഏത് ഗംഗയിൽ, ഏത് പമ്പയിൽ, ഏത് സ്നാനത്തിൽ, ഏത് കുംഭമേളയിൽ പോയി കുളിച്ചാലും ശരി. അത് ഒരു തമാശയുണ്ടായി. രാമനായരെ, ഞാൻ കുംഭമേളക്ക് പോവാണ്. ഉവ്വോ? രാമനായരുടെ സ്വഭാവം നമുക്കറിയാം. നിങ്ങൾ പോയിട്ട് വരുമ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. ഒരു പാവയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ സ്നാനം ചെയ്തിട്ട് വരുമ്പോൾ ഇതും കൂടെ അതിൽ മുക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറഞ്ഞു. ഓ ശരിയെന്ന് പറഞ്ഞു. തിരിച്ചും കൊണ്ടുവന്നു. തിരിച്ചും കൊണ്ടുവന്നിട്ട് ഒരു കഷ്ണം രാമനായർ കൊടുത്തു. ഒന്ന് കടിച്ചു നോക്കിയ രാമനായരെ, കയ്പുണ്ടല്ലോടോ. അപ്പോൾ കുംഭമേളക്ക് കൊണ്ടുപോയിട്ട് ഗംഗയിൽ മുക്കിക്കൊണ്ടുവന്നു, പ്രയാഗിൽ മുക്കിക്കൊണ്ടുവന്നു പാവയ്ക്ക. ഇപ്പോൾ ഇതിൻ്റെ എന്ത് മാറിയിട്ടില്ല? കയ്പ് മാറിയിട്ടില്ല. ഇവിടെ ഇത്രയേ ഉള്ളൂ. എൻ്റെ അനന്തരവൻ അവിടെ 1 മാസം കുംഭമേളയിൽ മുങ്ങിക്കുളിച്ചു. എന്നിട്ട് അവിടുന്ന് കുംഭമേളയിൽ മുക്കി കൊണ്ടുവന്ന രുദ്രാക്ഷമാണിത്. ഏതായാലും ശരി, ഈ പാവയ്ക്ക പോലെയാണ് നമ്മൾ കുരുതേ ഗംഗാ സാഗരഗമനം. നിങ്ങൾ അവിടെ പോയി മുങ്ങിക്കുളിച്ചത് കൊണ്ട് കാര്യമില്ല. എന്ത് നന്നാക്കണം? മനസ്സ് നന്നാക്കണം. മനനേവ മനുഷ്യാണ് കാരണം ബന്ധം അമൃത ബിന്ദു ഉപനിഷത്തെടുത്ത് പഠിക്കൂ. മനസ്സ് നന്നാവണം. ഭാര്യ പറയില്ലേ, നിങ്ങൾ നന്നാവണം ഒരൊറ്റ വഴിയേ ഉള്ളൂ, നിങ്ങളെ മനസ്സ് നന്നാക്കണം. കോടതിയിൽ നിന്ന് ഭർത്താവ് ഡൈവേഴ്സിൻ്റെ അവിടെ നിന്ന് പറയും, ഇയാളെ ഞാൻ സ്വീകരിക്കാം, ഇയാൾ മനസ്സ് നന്നാക്കട്ടെ. മനസ്സിലാക്കണം, ഇവിടെ മനസ്സാണ് നന്നാവേണ്ടത്. മനസ്സ് നന്നായില്ലെങ്കിലോ ഏത് കുംഭമേളയിൽ പോയിട്ടും ഈ പാവയ്ക്കയുടെ കയ്പ് അവിടെയുണ്ട്. ഈ പാവയ്ക്കയുടെ കയ്പുണ്ട്. ഈ പാവയ്ക്കയുടെ കയ്പുള്ളതുപോലെ കുശുമ്പ്, കുനിഷ്ഠ്, അസൂയത, ദുഷ്ടത, പാരവെപ്പ്,
കുറ്റവും കുറവും പറയല്, വെറുപ്പ്, വൈരാഗ്യം, കുട്ടിപ്പക, വാശി, വിദ്വേഷം, ചതി, വഞ്ചന മുതലായ വിഷസർപ്പങ്ങൾ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഇവിടെ നിന്നും പോയിട്ട് കുളിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ്. എന്നെ ആരും ഇടിക്കാൻ വരരുത്, ഞാനല്ല പറഞ്ഞത്, ശങ്കരാചാര്യരാണ് ഭജഗോവിന്ദത്ത് പറഞ്ഞിട്ടുള്ളത്. കുരുതേ ഗംഗാ സാഗരഗമനം, വ്രതപരിപാലനം. നിങ്ങൾ ഏത് വ്രതം എടുത്തിട്ട് എന്ത് വ്രതം എടുത്തിട്ടും ഒരു കാര്യമില്ല മനസ്സ് നന്നാവാതെ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, ഇന്ദ്രിയാണം മനശ്ചാസ്മി, അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഭഗവത്ഗീത പ്രമാണമാണ്. കൃഷ്ണൻ ആരാണ്, ഗുരുവായൂരപ്പൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നെഞ്ചു തൊട്ട് പറയണം എൻ്റെ മനസ്സാണെന്ന്. നെഞ്ചു തൊട്ട് പറയുന്നതേ ഉള്ളൂ. അതെവിടെയാണ്, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കല്പ വികൽപാത്മഹ, മനസ്സ് അതാണോ ഇതാണോ എന്നുള്ള ചിന്തകളാണ്. ഈ ചിന്തകൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കോശങ്ങളിലും പ്രാണനായി ഉദിച്ച് BP ആയി, ബ്ലഡ് പ്രഷറായി, പൾസായി, ഹാർട്ട് ബീറ്റായി നിലനിൽക്കുന്ന ചിന്തകളാണ് കൃഷ്ണൻ. അതാണ് ബോധം. ഇതാണ് എന്ത്, ചിത്തം. ഇത് മാറിപ്പോകരുത്. അപ്പോൾ ഈ വിഷസർപ്പങ്ങളെ നമ്മളെ മനസ്സിൽ നിന്നും മാറ്റണം. ഈ വിഷസർപ്പങ്ങളെയാണ് നമ്മളെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ എവിടെയാണ് പോവുക, പ്രശ്നക്കാരൻ്റെ അടുത്ത്. അയാൾ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആക്കുമല്ലോ. ഇയാൾ പറയും സർപ്പകോപമുണ്ട് എന്ന്. ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ വൃത്തികേടിൽ ഏതെങ്കിലും ഒന്ന് ഹൃദയത്തിൽ വികസിക്കുന്നതാണ്, ബുദ്ധിയിൽ വികസിക്കുന്നതാണ്, മനസ്സിൽ വികസിക്കുന്നതാണ്. എന്ത്, സർപ്പകോപം. സർപ്പകോപം ഏതായാലും വ്യക്തിയുടെ വ്യക്തിത്വത്തിലാണല്ലോ, അയാളുടെ മനസ്സിലാണല്ലോ. ഇതാണ് സർപ്പകോപം, ഈ വിഷസർപ്പകോപം. ഇത് വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് പെരുമാറുമ്പോഴാണ് വാസ്തുവിനാകെ വികടം, കുടുംബം മുഴുവൻ തകരും. അപ്പോഴാണ് വാസ്തുദോഷം. അപ്പോഴാണ് നമ്മൾ ജ്യോതിഷക്കാരൻ്റെ എടുക്കാൻ പോയിട്ട് അമ്മ പറയും ഇതൊക്കെ ജാതകദോഷമാണ്. ശ്രദ്ധിക്കണം. കുരുതേ ഗംഗാ സാഗരഗമനം, വ്രതപരിപാലനം അഥവാ ധ്യാനം, ജ്ഞാനവിഹീന അറിവ് നേടണം. ഭാഗവതം പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം. യതസ്മാദ പരം കിഞ്ചിത് മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ഭാഗവതം നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതിന ജന്മശതേന. ഇത് നിങ്ങൾ പഠിക്കാതെ ശതം എന്ന് വെച്ച അനന്തമായ ആയിരക്കണക്കിന് ജന്മം താണ്ടിയാലും നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല. നിങ്ങൾ കുളിച്ച് തൊഴുതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റുന്നില്ല. ഒപ്പം പഠിച്ച് സ്വയം ഉയരണം. ഇവ മാറാനാണ്, ഈ ദുഷ്ടദുരിത, ഈ നേരത്തെ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറാനാണ് തഥാ ഭാഗവതം ലഭേത്. ഈ ദോഷങ്ങൾ മാറിയാൽ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. അപ്പം ജന്മകർമ്മ ഫലമായി. എന്താണ് ഫലമായി? എന്ത് കർമ്മ ഫലമായി. നമ്മൾ ജനിച്ചിട്ട് മാത്രം കാര്യമില്ല. മുൻ ശബരിമല മേശാന്തിയുടെ മകനാണ്, കൃഷ്ണ യജുർവേദ പണ്ഡിതൻ്റെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശങ്കരാചാര്യർ അങ്ങനെയാകുമ്പോൾ പറഞ്ഞു ബ്രാഹ്മണപുത്രന്നേ പറയുന്നുള്ളൂ. അപ്പം ഈ ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണനാവുന്നുള്ളൂ. അപ്പം ജന്മവും വേണം, എന്ത് വേണം, കർമ്മവും വേണം. ഞാൻ ജാതി മതമൊന്നും പറഞ്ഞൊന്നും പറയരുത് കേട്ടോ. ഞാനൊരു ശൂദ്രൻ്റെ മകനായിരുന്നെങ്കിൽ ഇപ്പോൾ ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യ ആഭ്യന്തര അശുചവും അകത്തും പുറത്തും ശുദ്ധിയില്ലാത്തൊരു വ്യക്തിയുടെ മകനാണ്, കള്ളുടിയൻ്റെ മകനാണെന്ന് വെച്ചാൽ ഞാൻ ബിവറേജ് കോർപ്പറേഷനിൽ നിൽക്കുന്നുണ്ടാവും. ഒരു ശവന്തീനിയുടെ മകനാണെന്ന് ഞാനിപ്പോൾ സർവ്വ കുഴിമന്തിയിൽ നിന്ന് എൻ്റെ കുഴി ഞാൻ മാന്തുന്നുണ്ടാവും. അല്ല, ഡ്രഗ്സ് അടിക്കുന്ന ഒരാളുടെ മകനാണെങ്കിൽ ഞാൻ ഡ്രഗ്സ് അടിക്കുന്നുണ്ടാവും. ഇത്രയേ പറയുന്നുള്ളൂ. ജന്മകർമ്മ ഫലമായി. എന്ത്? ജന്മ കർമ്മ ഫലമായി ഭാഗവതമാകുന്ന ചക്ക നിങ്ങൾക്ക് കിട്ടും. എന്ത്? ഭാഗവതമാകുന്ന ചക്ക നിങ്ങൾക്ക് കിട്ടും. ഭാഗവതത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ന് ചക്ക ഉണ്ടോ? ഈ ചക്ക മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ സപ്താഹത്തിന് പോകുന്ന ആൾക്കാരാണ്. ഊണ്ണി മാത്രം പോയാൽ പോരാ, നേരത്തെ പോകണം, കോൺട്രിബ്യൂഷനൊക്കെ ചെയ്യണം, പറ്റുന്ന ദക്ഷിണകളും സഹായങ്ങളും ഒക്കെ ചെയ്യണം, സഹായങ്ങളും ചെയ്യണം. അതിനകത്ത് നമ്മളൊരു പാർട്ടാണ്. കാരണം ഭഗവത്ഗീതയിൽ പറയുന്നു, നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂരിൽ പോയി കുളിച്ച് തൊഴുത് തൊട്ടപ്പുറത്തെ സപ്താഹ യജ്ഞത്തിൽ
പാർട്ടിസിപ്പേഷൻ ചെയ്ത് കോൺട്രിബ്യൂട്ടറിലേക്ക് സാമൂഹിക പ്രതിബദ്ധത തെളിയിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. കാരണം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം, യജ്ഞരൂപത്തിൽ നിങ്ങൾ എന്നെ കാണണം. അപ്പം ഈ യജ്ഞത്തിന് പോയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ചക്ക എന്താണ്? ചക്ക ഇത്രയേ ഉള്ളൂ. ഈ ചക്ക നമ്മൾ മുറിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ കത്തി ഇതിനകത്ത് മുഴുവൻ ഒട്ടിപ്പോവും. അതിനകത്ത് വെളിഞ്ഞെന്ന് പറഞ്ഞാൽ ഗമ്മുണ്ടാവും. അതിന് നമ്മളെന്ത് വേണം? എണ്ണ തേക്കണം. ഇതുപോലെ ഭാഗവതത്തിന് പോയി കഴിഞ്ഞാൽ ഓരോ അധ്യായം നടത്തുമ്പോഴും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയും ഇല്ലേ? ഈ ഗാവിന്ദത് ഇത് ഗോവിന്ദ നാമ സങ്കീർത്തനത്തിൽ ഒരു നാമജപത്തിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് 7 ദിവസം. അപ്പോൾ 7 ദിവസം കൊണ്ട് ഈ നാമജപത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയണം, ഈ നാമജപത്തിൻ്റെ ഉയർച്ച എന്താണെന്ന് അറിയണം. ഇപ്പം മനഃശുദ്ധി കൈവരിക്കണം. ഏതസ്മാത് പരംകിഞ്ചിത് മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഈ നാമജപത്തിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉള്ളതുപോലെ ഈ ഭാഗവത്ത് പറയുന്ന ഈ ചക്ക മുറിക്കുമ്പോൾ ഈ പിച്ചാത്തിക്ക് എണ്ണ തേക്കും. അപ്പോൾ ഇതിങ്ങനെ ഒട്ടൂല. ഇതുപോലെ നമ്മൾ നാമം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്കിവിടെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ജന്മകർമ്മഫലമായിട്ട് ഭാഗവതം തുടങ്ങുന്ന ശ്ലോകം നോക്കിയത് മനസ്സിലാകും. എന്താണ്? നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംഹിതം, ശുഖമുഖാദമൃതദ്രവ സംയുതം. ഇത്രയേ ഉള്ളൂ. നിഗമ കൽപ്പ തരോർഗളിതം ഫലം. നിഗമം എന്ന് പറഞ്ഞാൽ ആഗമ നിഗമാദികങ്ങൾക്കെല്ലാവരും 4 വേദം. 1180 ഉപനിഷത്ത്. നിഗമകൽപ്പ ഈ വേദമാകുന്ന ഉപനിഷത്തുക്കളാകുന്ന പ്ലാവിൻ്റെ നിഗമകൽപ്പ തരോർഗളിതം ഫലം. ഇതിൻ്റെ ഫലം, പ്ലാവിൻ്റെ ഫലം പിന്നെന്താ? ചക്കയല്ലേ? നിഗമകൽപ്പ തരോർഗളിതം ഫലം. ഈ ഫലമാണ് ജാക്ക് ഫ്രൂട്ട്. നട്ടിച്ച് നോക്കുകയാണ് യൂട്യൂബിൽ എല്ലാ വിറ്റാമിനുകളും എല്ലാ സംഭവങ്ങളും ഇതിനകത്തുള്ളതാണ്. പച്ച ചക്ക ഷുഗറിന് എഗെയിൻസ്റ്റാണ്, പഴുത്ത ചക്ക മുഴുവൻ ഷുഗറാണ്. അപ്പം ഈ സാധാരണ ടേസ്റ്റുള്ള ഈ പച്ചച്ചക്കയിൽ നിന്നും പഴുപ്പിച്ച് അതിനകത്ത് ഷുഗർ കോട്ട് നടത്തിയിട്ട് പരമമധുരമാക്കുന്നത് പോലെയാണ് ഭാഗവതം പഠിക്കാൻ നമ്മൾ പോകുമ്പോഴേക്കും പച്ചച്ചക്ക പോലെയായിരിക്കും, തിരിച്ചു വരുമ്പോഴത്തേക്കും മധുരമാകുന്ന ചക്കയായിരിക്കും. ഇതുകൊണ്ടാണ് നിഗമത കൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദ അമൃതദ്രവ സംയുതം. എന്തിനാണ് ഭാഗവതം പഠിക്കുന്നത്? പിബത ഭാഗവതം രസമാലയം. നവരസങ്ങളുമാണ് നമ്മുടെ ജീവിതം. ശ്രദ്ധിക്കണം. നവരസങ്ങളുമാണ് നമ്മുടെ ജീവിതം. അയ്യോ തിരുമേനി മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവില്ല ഉൽപ്പലാക്ഷ. നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ അമ്മയുടെ ചുക്കിച്ചുളിഞ്ഞ ആ മുഖത്ത് നോക്കി ഈ ചുണ്ടുകൾ കൊണ്ട് നമ്മൾ അമ്മയെ ചുംബിക്കുന്നു. മനസ്സ് ശുദ്ധീകരിക്കാൻ അമ്മയെ ഈ ചുണ്ടുകൾ കൊണ്ട് അമ്മയെ ചുംബിക്കുന്ന ആ ചുക്കിച്ചുളിഞ്ഞ് ആ മാതൃത്വം പറയാൻ പറ്റുമോ? മിണ്ടാൻ പറ്റില്ല. പാൽപ്പായസം പോലെയാണ് ആ മാതൃത്വം. ഇതേ ചുണ്ടുകൊണ്ടാണ്, ശ്രദ്ധിക്കണം, വൈകുന്നേരം 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്ന എൻ്റെ മകളെ ഞാൻ മടിയിലിരുത്തിക്കൊണ്ട് ഇതേ ചുണ്ടുകൾ കൊണ്ട് തന്നെയാണ് ചുംബിക്കുന്നത്. എന്തിനാണ്? മനഃശുദ്ധി, മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി, മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട്. ശ്രദ്ധിക്കണം, ഇതേ ചുണ്ടുകൾ തന്നെയാണ് രാത്രി എൻ്റെ ഭാര്യയുടെ നഗ്ന ശരീരത്തിലും ഈ ചുണ്ടുകൾ കൊണ്ട് തന്നെയാണ് ചുംബിക്കുന്നത്. അപ്പം അമ്മയെയും മകളെയും ഭാര്യയെയും ചുംബിക്കുന്ന ചുണ്ട് ഇത് തന്നെയാണ്. മനഃശുദ്ധി. മനസ്സിൽ 3 തലം. മകളെ പാതിമലരേ. മറുപടി പറയാൻ പറ്റുമോ? മകൾ ഞാൻ തന്നെയാണ് എൻ്റെ മകള്. എന്നാൽ ഭാര്യയോട് ഭാര്യയും ഞാനും തമ്മിലുള്ള ബന്ധങ്ങളോ പറയാൻ പറ്റുമോ? ഇല്ല. കൂടുതൽ അറിയണമെന്നുണ്ട് മഹാവിഷ്ണുവോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും. കാരണം മഹാവിഷ്ണുവിന് 2 ഭാര്യ, ഭൂമിദേവിയും മഹാലക്ഷ്മി. കൂടുതൽ അറിയണമെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഗൃഹസ്ഥാശ്രമേള കൃഷ്ണനോട് ചോദിക്കണം. ഭാഗവതം എടുത്തു നോക്കണം. രാസലീലകൾ എന്തൊക്കെയാണ് കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കും. 16,008 ഭാര്യമാരെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. മാതൃത്വം എന്താണെന്ന് ശങ്കരാചാര്യരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഇത്ര വലിയ ജഗദ്ഗുരുവാണ്. അസ്മത്താവതീയം പ്രസൂതി സമയേ. തുടർന്നങ്ങോട്ട് എഴുതുകയാണ്. ഗർഭഭാരഭരണേ, ഗർഭം ഭാരവുമാണ്, അത് ഭരിച്ചത് കൊണ്ടാണ് അമ്മേ ഞാനിവിടെ എത്തിയത് എന്ന്. ഇങ്ങനെ മനസ്സിൻ്റെ 3 തലങ്ങളാണ്. ശരീരം 1 മാത്രം. ഇതുകൊണ്ടാണ് മനഃശുദ്ധി ന വിദ്യതേ. ഇങ്ങനെയുള്ള നവരസങ്ങളും നമ്മൾ ജീവിതത്തിൽ വേണം.
ഒരു വീട് എത്ര ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കുന്നതല്ലേ? എന്തൊക്കെ സാധനം കൊണ്ട് നമ്മളൊരു കാറ്, ഒറ്റ കാറ്, പക്ഷെ എന്തൊക്കെ സാധനം. ഇതാണ് നാനാത്വത്തിൽ ഏകത്വം. വ്യത്യസ്തമായ സംസ്കാരം, വ്യത്യസ്തമായ എല്ലാം, പക്ഷെ ഒരൊറ്റ ചൈതന്യമാണ് ഈശ്വരൻ എന്ന ചൈതന്യം. അപ്പോൾ പിപ്പത്ത ഭാഗവതം രസമാലയം. എല്ലാ രസങ്ങളും, ഒഴിവാക്കേണ്ട രസങ്ങളൊന്നുമില്ല. ജഗതി കാണിക്കുന്ന കണക്ക് തന്നെ നവരസങ്ങളും തന്നെയാണ്. അപ്പോൾ ഈ ഭാഗവതം എന്ന് പറയുന്ന തമാശക്കളിയല്ല. എന്താണ്? എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതാണ്. പിപ്പത്ത ഭാഗവതം രസമാലയം. എന്തൊരു കൂത്താണ് ഇതെത്ര കുടിച്ചാലും തൊണ്ടക്കാലംഭാവം തോന്നുന്നില്ല. ഗുരുവായൂരപ്പൻ്റെ പഞ്ചാര പാൽപ്പായസം, അമ്പലപ്പുഴ പഞ്ചാര പാൽപ്പായസം, അയ്യപ്പസ്വാമിയുടെ അരവണ പാൽപ്പായസം എത്രയും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ മതി ഇന്നേവരെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ തൽക്കാലം നിർത്തുന്നതെന്ന് മാത്രം. ഇതുപോലെ ഒരിക്കലും മട്ടുക്കാത്തതാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് ഭാഗവതം രസമാലയം എന്ന് പറയുന്നു. എന്നിട്ടോ ഇത് പഠിച്ചു കഴിഞ്ഞാലോ മുഹുരഹോ രസിക ഭൂവി ഭാവുക, രസികന്മാരായി മാറുന്നു. കുഞ്ഞി ആളൊരു രസികനാണ്, നമ്മൾ പറയാറില്ലേ? കൃഷ്ണൻ ആളൊരു കൃഷ്ണൻ ഒരു രസികൻ ആണ്. ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തെ ടേക്ക് ഇറ്റ് ഈസി പ്രിൻസിപ്പിൾ, AR റഹ്മാൻ്റെ മ്യൂസിക് പോലെ. എന്നിട്ടോ സെൻസ് ഓഫ് ഹ്യൂമറിലൂടെ ജീവിക്കാം. ഭാര്യ പറയുന്നത് എന്തും നമുക്ക് എന്തിനെ ആക്സെപ്റ്റ് ചെയ്യാം, സെൻസ് ഓഫ് ഹ്യൂമറിലൂടെ. ഭർത്താവ് എന്ത് പറഞ്ഞ്, എടി നിൻ്റെ അച്ഛൻ്റെ സ്ത്രീധനം കൊണ്ടാണോടി ഞാൻ ഈ ചീപ്പ് മേടിച്ചത് പറഞ്ഞ് 4 ഫയർ ചെയ്ത് കഴിഞ്ഞാലും താങ്ക് യു മൈ ഡാർലിങ്, എൻ്റെ അച്ഛനെ ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൂടെ കൊടുക്കണം ടീം. അതോടുകൂടി ഞങ്ങളീ പാവങ്ങൾക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ സെൻസ് ഓഫ് ഹ്യൂമറിലൂടെ ജീവിക്കണം. ഈ സെൻസ് ഓഫ് ഹ്യൂമറിലൂടെ ജീവിക്കണം എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവ് ഉടക്കിയിട്ട് ഭർത്താവ് തൂങ്ങിച്ചാവാൻ വേണ്ടി പ്ലാവിൻ്റെ മുകളിൽ കയറ് കെട്ടുമ്പോൾ നിൽക്ക് ചേട്ടാ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഓ സൂയിസൈഡാണ്, താഴത്തോട്ട് വന്നോന്ന് പറയുന്നു ചോദിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു ഷർട്ടുമായിട്ടാണ് വരുന്നത്. ആ പൊട്ട ഷർട്ടിങ്ങിട്ട് ഞാൻ അയൺ ചെയ്യാൻ പോയതാണ്. ഈ അയൺ ചെയ്ത ഷർട്ടിട് ഇതിപ്പം ഏഷ്യാനെറ്റുകാർ വരും, ദൂരദർശൻകാർ വരും, ക്യാമറയിൽ എടുക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഒരു ഗമയിലൊക്കെ തൂങ്ങിച്ചാവണ്ടേ. അപ്പോൾ ഈ നല്ല ഷർട്ട് ആയിട്ടില്ല ഷർട്ട് ഇട്ടോ, ഞാൻ എന്നിട്ട് എന്തെടുക്കെ വീഡിയോ എടുക്കട്ടെ, ഫേസ്ബുക്കിലൂടെ ട്വിറ്ററിലൂടെ. അപ്പോൾ ഇയാൾ പറയുന്നതാണ്, കഴുത്തിന് കയറൂരി പറയുന്നത്, എടി നിനക്ക് ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിന് ആത്മഹത്യ ചെയ്യുന്നു? നേരെ ഇങ്ങോട്ട് ഇറങ്ങി ഭാര്യയെയും കൂട്ടി ബെഡ്റൂം പോയി വാതിലടച്ചു, കുറ്റിയിട്ടു. മുഹുരഹോ രസിക ഭൂവി ഭാവുക, ആളൊരു രസികന. ഇതാണോ ഭാഗവതം? അല്ലാണ്ട് അമ്പലത്തിൽ നിൽക്കുന്ന സപ്താഹമൊന്നും അല്ല. അതവർ കഥ ഇങ്ങനെ പറഞ്ഞ് ദക്ഷിണയും മേടിച്ചു പോയി ഊണും കഴിച്ച്. മുഹുരഹോ രസിക ഭുവി ഭാവുക. നമ്മൾ രസികന്മാരാകണം. ജീവിതത്തിനെ സെൻസ് ഓഫ് ഹ്യൂമറിലൂടെ കാണണം. എന്നിട്ട് നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ അച്ഛന്, നമ്മുടെ അമ്മായി അച്ഛന്, നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തായി മാറണം? റോൾ മോഡലായി മാറണം. ഇതിനാണ് ഭാഗവതം പഠിക്കുന്നത്. മുഹുരഹോ രസിക ഭുവി ഭാവുക. അപ്പോൾ അനന്തമായ ഊർജത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. കൃഷ്ണൻ പഠിപ്പിക്കുകയാണ്, സർവം പ്രകൃതി ജയ അർജുന നീ ഈ പ്രപഞ്ചത്തിൻ്റെ പഞ്ചഭൂതങ്ങളുടെ 5 ഊർജ ശക്തിയുടെ ഭാഗമാണ്. അർജുനനെ ഭഗവാൻ പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ അനന്തമായ ഈ ഊർജത്തിൻ്റെ ഭാഗമാണ്. ആ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണമാണ്. ശ്രദ്ധിക്കണം, ആ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണമാണ് എൻ്റെ ശരീരം. ആ പ്രപഞ്ചമാണ് എൻ്റെ വ്യക്തി. മനസ്സിലായില്ലല്ലോ തിരുമേനി? എടോ, ഈ പ്രപഞ്ചത്തിൽ ഞാൻ കഴിക്കുന്ന സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, ചായ, പാൽവെള്ളം, പായസം, വേറെ ഒന്നും ഞാൻ കഴിക്കാറില്ല. ഈ ഞാൻ കഴിക്കുന്ന ഈടുന്ന ഈ ഭൂമിദേവിയിൽ നിന്നുണ്ടാക്കുന്ന പ്രപഞ്ചത്തിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ തിന്നിട്ട്, ശ്രദ്ധിക്കണം, ഈ വിരൽ വളർന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ വളർച്ച നിർത്തി. അപ്പോൾ ഈ പ്രപഞ്ചമല്ലേ എൻ്റെ വളർച്ച നിയന്ത്രിക്കുന്നത്? ഇത് ഇവിടെ വന്നു, ഇവിടെ വളർച്ച നിർത്തി. ഇത് ഇവിടെ ഇത്തിരി കൂടെ വളർന്നു, അവിടെ വളർച്ച നിർത്തി. ഇത് ഇവിടെ വളർച്ച നിർത്തി. ഇതിവിടെ ഞാനിപ്പോൾ ഒരു 5.25 അടി അവിടെ എൻ്റെ വളർച്ച നിന്നു. അപ്പോൾ ഇതാണ്, ശ്രദ്ധിക്കണം, വ്യക്തി. ഇത് വ്യക്തിത്വമല്ല. ഇതാണ് വെസ്റ്റേൺ കൾച്ചറും നമ്മുടെ ഭാരതീയ സംസ്കാരവും തമ്മിൽ വ്യത്യാസം. അവർക്ക് ജീവിത വീക്ഷണമാണ്. ശ്രദ്ധിക്കണം, അവർക്ക് ജീവിത വീക്ഷണമാണ്. ഇവിടെ ശ്രദ്ധിക്കൂ, നമുക്ക് ജീവിതചര്യകളാണ്, നമുക്ക് സംസ്കാരമാണ്. അതാണ് സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ആചാര അനുഷ്ഠാനങ്ങളിലൂടെയുള്ള ജീവിതചര്യ. ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ പറയുന്നില്ല ജീവിതശൈലി രോഗങ്ങൾ എന്ന്. അപ്പോൾ ഈ ഹൈന്ദവ സംസ്കൃതിയിൽ എൻ്റെ ചിന്തകളാണ്,
എന്നിൽ ഉണ്ടായി നിലനിന്ന് വളർന്ന് തളർന്ന് അസ്തമിക്കുന്നു. ഞാനും പ്രപഞ്ചത്തിലെ സർവ്വകളും ഇതുപോലെ എൻ്റെ ചിന്തയും ഉണ്ടായി നിലനിന്ന് വളർന്ന് എന്നിൽ തന്നെ ലയിക്കുന്നു. എങ്ങനെയാണോ കടലിൽ തിരമാലകളിലും പോളകളും പതകളും ഉണ്ടായി വളർന്ന് നിലനിന്നത് ലയിക്കുന്നത് പോലെ ഇതുപോലെ എന്നിൽ ഉണ്ടായി നിലനിന്ന് വളർന്ന് എന്നിൽ ലയിക്കുന്നതാണ് എൻ്റെ വ്യക്തിത്വം. എൻ്റെ അപ്പോൾ വ്യക്തി വേറെ, വ്യക്തിത്വം വേറെ. വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കലായിട്ടുള്ളത്. മറ്റേതോ ശങ്കരാചാര്യർ കേട്ടോ, ആ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. സ്വാമി ചിന്മയാനന്ദ മഹാരാജ് ഗീതയുടെയും ഉപനിഷത്തുക്കളുടെയും ആ അറിവ്. മഹാത്മാഗാന്ധി ഹേ റാം കക്ഷത്തിൽ ഒരു ഗീതയും വെച്ചുകൊണ്ട് എന്നെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും എന്നെ എല്ലാ സ്വാതന്ത്ര്യ സമരത്തിലും എപ്പോഴും എനിക്ക് ഊർജമായിട്ട് 110 kV സബ്സ്റ്റേഷനായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതാണ് എൻ്റെ കക്ഷത്തിൽ എപ്പോഴും ഭഗവത്ഗീത. ഇതെന്നെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എന്നെ ഉയർത്തുന്നു. ഇത് ഭഗവത്ഗീതയിൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ആ ബുക്ക് വായിക്കണം. ഗാന്ധി എഴുതിയാണ്. ഇതൊന്നും കോൺഗ്രസ്സുകാർ നമ്മളെ പഠിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പം വട്ടപൂജ്യമായി. ഏതായാലും ശരി, ഈ ചിന്തകളെ തരംതിരിച്ചു വിടുന്നതാണ് വ്യക്തിത്വം. അപ്പോൾ ചിന്തകളെ എന്താണ്? ആനോ ഭദ്രകൃതവോ എന്ത് വിശ്വതാം. വേദങ്ങൾ പറയുന്നു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സത്ചിന്തകളും എന്നിലോട്ട് വരട്ടെ. അപ്പോഴോ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ചൊല്ലണം എന്ത്? ഭദ്രം കർണേഭി പശ്യന്ത ഭദ്രം പശ്യ മക്ഷ ഭിര്യ ജത്ര സ്ഥിരേ രംഗേ തുഷ്ടാംശ വ്യശേമ ദേവഹിതം യഥായു. ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന എൻ്റെ ആയുസ് തീരുന്നത് വരെ നന്മ കാണാനും നന്മ പ്രവർത്തിക്കാനും നന്മ കൊണ്ടു നടക്കാനും നന്മ പ്രചരിപ്പിക്കാനും തഥാ ഭാഗവതം ലഭേത്. ഇതിനാണ് ഭാഗവതം ലഭിക്കുന്നത്. അത് ലഭിക്കുന്നതാണ്. ഞങ്ങൾ എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയ്ക്കും കൂടി 6 മക്കളാണ്. 6 പേർക്കും 6 വീടുണ്ട്. ഈ 6 വീട്ടിലും ഒരു സരസ്വതി പീഠവും ഓരോ ഭാഗവതവുമാണ് എൻ്റെ അച്ഛൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ജീവിത ലാഭത്തിന് സ്വന്തമായി ലഭിച്ചത് ഭാഗവതം. ജീവിതത്തിന് നമുക്കൊക്കെ ഓരോ സഖി കിട്ടും. ആ സഖി നമ്മുടെ എല്ലാമായിട്ട് നമ്മൾ വികസിപ്പിക്കുന്നു. ഭാഗവതത്തിൽ വേദവ്യാസ ഭഗവാന്റെ വാക്കിൽ പറയുന്നത് അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോകദർശനം. എനിക്കെൻ്റെ ഭാര്യ പരമമായിട്ടുള്ള ലാഭമാണ്. ആ ഭാര്യ എൻ്റെ ജീവിതത്തെ സംഗീതമാക്കി മാറ്റുന്നു. കുചേലൻ പറഞ്ഞതായത് കേട്ടാ. കാരണം ഭഗവാന്റെ കുചേലൻ പറഞ്ഞിട്ടാ നിങ്ങളെ കൂട്ടുകാരൻ്റെ അടുക്ക ഫ്രണ്ടിൻ്റെ അടുക്ക പോടുമെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് സർവ്വത് നേടി. അപ്പം കൃഷ്ണൻ ചിന്തിക്കുകയാണ് കുഴപ്പമില്ലല്ലോ, ഭാര്യ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ സഖിയാണ് നമുക്ക് ഭാഗവതം. ഭവേത് പുണ്യം. അപ്പോൾ ഭവേത് പുണ്യം, ഭവിക്കുക എന്ന് പറഞ്ഞാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ആക്സിഡൻ്റ് അല്ല, മറിച്ച് ഒരു ചക്രത്തിൻ്റെ ഭാഗമായി, ഒരു സത്പ്രവൃത്തിയുടെ ഭാഗമായി ഭാഗവതം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പ്രസവിച്ചതുപോലെ ഒരു പ്രൊസീജിയറായി ഭവേത് പുണ്യം കൊണ്ട് ലഭിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ഭാര്യയെ ലഭിച്ചതുപോലെ, നമുക്ക് നമ്മുടെ ഭർത്താവിനെ ലഭിച്ചതുപോലെ, നമുക്ക് നമ്മുടെ കുട്ടികളെ ലഭിച്ചതുപോലെ, നമുക്ക് നമ്മുടെ ജന്മം ലഭിച്ചതുപോലെ കിട്ടിയ ജന്മം ഉള്ളതുകൊണ്ട് വികസിപ്പിച്ച് സംതൃപ്തമായി സന്തോഷമായി ജീവിക്കാൻ ഭവേത് പുണ്യം. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. അങ്ങനെ ലഭിച്ച ഭാഗവതം ഈ കൃഷ്ണൻ എവിടെയാണ് അവതരിക്കുന്നത്? നിശീതേ തമോദ്ഭൂതേ ജായമാന ജനാർദ്ദന. ഇതാണ് ഒന്നുമില്ലാത്ത ബ്ലാങ്കായിട്ടുള്ള കൂരിരുട്ടാകുന്ന മനസ്സിലാണ് കൃഷ്ണൻ അവതരിച്ചത്. ഇതുപോലെ ഒന്നുമില്ലാത്ത നമ്മുടെ കയ്യിൽ, ഒന്നുമില്ലാത്തവരൻ കൈകളിൽ പൊന്നിൻ്റെ അക്ഷരങ്ങൾ നൽകി. ആ പൊന്നിൻ്റെ അക്ഷരമാണ് യഥാർത്ഥ ജീവിത വഴികാട്ടിയാണ് ഭാഗവതം. അതുകൊണ്ട് യവം പരമ്പരാപ്രാപ്തം. ഋഷീശ്വരന്മാരിൽ നിന്നും വേദവ്യാസ ഭഗവാനിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും കൊമ്പംകുളം ഈശ്വരൻ നമ്പൂതിരി കൈതപ്പുറത്തിൻ്റെ അമ്മാവനായ കൊമ്പംകുളത്തിൻ്റെ നിന്നും എൻ്റെ അച്ഛനിൽ നിന്നും എന്നിലും ആ ഗുരുപരമ്പരയായ ഉദിത് ചൈതന്യാജി അടക്കമുള്ള ഗുരുപരമ്പരയിൽ നിന്നും എനിക്ക് ലഭിച്ച ഈ ഭാഗവതം നിങ്ങളും പഠിക്കണം.
ഇതാണ് ഇതിൻ്റെ മാധുര്യമെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കുന്ന കാണുമ്പോൾ നമ്മളെ ഭാര്യയ്ക്ക് ഇതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. നമ്മൾ പഠിച്ച് ഇതിൻ്റെ മധുരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. നിങ്ങൾക്കും ഇൻസ്പിറേഷൻ വേണം. നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ മറ്റ് സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സുകൾക്കും അവരൊക്കെ ഇതങ്ങടെ കുട്ടിക്കട്ടെ. ഈ പഞ്ചാര പാൽപ്പായസം, ഈ മധുരം നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമിയെ ശരണമയ്യപ്പ.